എനിക്കും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് സൈക്കിൾ. ആ സൈക്കിളിട്ട് ആവേശത്തിൻ്റെ പുറത്ത് ഒരുപാട് ദൂര സ്ഥലത്തേക്കൊക്കെ സൈക്കിൾ ചവിട്ടി പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യമാണ്, ഇത് ഇനി തിരിച്ച് ചവിട്ടണ്ടേ, അത് അത്രമാത്രം റിസ്ക് ആണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഉപകരണം ഘടിപ്പിച്ചിട്ട് ഇതൊന്ന് തിരിച്ച് വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അതേ ആലോചന മറ്റുള്ള ആർക്കൊക്കെ ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ തരത്തിലൊരു സംഭവം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അതായത് ഒരു ഇലക്ട്രിക് ബാറ്ററി ഉപയോഗിച്ചിട്ട് കുറച്ചധികം ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സൈക്കിൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈക്കിളിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആ സൈക്കിളിൻ്റെ വിശേഷം പരിചയപ്പെടുന്നതിന് മുമ്പ് എന്നെപ്പോലെ തന്നെ ഒരു തോട്ടുണ്ടായ വേറൊരാളും കൂടി പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് മിഥുൻ ശങ്കർ. മിഥുൻ ശങ്കർ എന്ന് പറഞ്ഞാൽ മിഥുനേട്ടൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. പലരും ഇതിനു മുമ്പ് ഈ ഒരു മുഖം കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു നല്ല യൂട്യൂബറാണ്. ഒരുപാട് കാലമായിട്ട് യൂട്യൂബിൽ സ്ഥിരം സാന്നിധ്യമാണ് മിഥുനേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ തോട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ ബാക്കിൽ ആ കാണുന്ന ടെസ്ല എന്ന് പറയുന്ന സൈക്കിൾ. ടെസ്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈക്കിളിൻ്റെ പേരാണ്. ഇതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു 5-6 കമ്പനികൾ, ടെസ്ല ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ കുറേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട്. നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തേക്കാണ് ടെസ്ല ഇതൊന്ന് യൂസ് ചെയ്യാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടെസ്ല എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സൈക്കിളിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടു, ഇലക്ട്രിക് ഓട്ടോറിക്ഷ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് സൈക്കിളാണ്, അതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ടെസ്ല എന്ന് പറയുന്ന സൈക്കിള്. കാണുമ്പോൾ ശരിക്കും ഒരു സൈക്കിൾ തന്നെയാണ്, യാതൊരു വിധ വ്യത്യാസങ്ങളും ഇല്ല. നമ്മൾ സാധാരണ കണ്ട് ശീലിച്ചിട്ടുള്ള സൈക്കിളിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു സൈക്കിൾ. എന്നാൽ ഇലക്ട്രിക്കലി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 102 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ 102 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരെയുള്ളത്, നമ്മുടെ ഹാൻഡിൽ പാഡ് വരെയുള്ളതിൻ്റെ ഹൈറ്റ്. ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മടക്കിയിട്ട് യൂസ് ചെയ്യാം. അതായത് സെൻറ്റർ മടക്കിയിട്ട് ഏകദേശം 55 സെൻറ്റിമീറ്ററോളം നീളത്തിൽ നമുക്കിത് മടക്കിയിട്ട് മെട്രോ അല്ലെങ്കിൽ നമ്മളെ കാറിൻ്റെ ബാക്കിൽ, ബസ്സുകളിൽ ഒരു ദീർഘദൂര യാത്രയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാറിൻ്റെ ബൂട്ട് സ്പേസിലൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഇത് കൊണ്ടുപോകാം. 28 കിലോയാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് ഒന്നും ഇല്ലാതെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം